ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ സവോള ഞാനിതുപോലെ നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ സവോള ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കടലെണ്ണ ചൂടായതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു കൈപ്പിടി അളവ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ഞാൻ ഇതുപോലെ പൊടിയായി എരിഞ്ഞ് അതും കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പച്ചമണം പോകുന്നത് വരയ്ക്കും തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരയ്ക്കും തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിയുടെ കൂടെയും അതുപോലെ തന്നെ സവോളയുടെ കൂടെയൊക്കെ നന്നായിട്ട് നമ്മൾ മസാല പിടിക്കത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കടലെണ്ണയുടെ ഒക്കെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ പോയി മസാലയൊക്കെ നന്നായിട്ട് തക്കാളിയിലും ഉള്ളിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും അതുപോലെ തന്നെ ഗ്രീൻ പീസാണ് കേട്ടോ. അതും കൂടെ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് തലേദിവസം രാത്രി തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കടലയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് മസാല പിടിക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കടലയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടലയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം പെരുങ്കായ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മല്ലിയിലും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി പുട്ടിന് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് ആദ്യമേ നമുക്ക് ചില്ലിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ചില്ലിലേക്ക്. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ട് പൗഡറാണ്, പുട്ട് മിക്സാണിത്. പുട്ടിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന
മിക്സ് നമ്മൾ ഇതുപോലെ അതിൻ്റെ മസാലയുടെ മുകളിലേക്കായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രാവിലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നും കൂടെ നമ്മൾ പുട്ടിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് അമർത്തി തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്ര തന്നെ നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ട് ഇതാ ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ല ആവിയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടല മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നമ്മുടെ കടല മസാലയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പുട്ടും കൂടെ ഞാനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഈ കടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ സമയത്തായതുകൊണ്ട് ഞാൻ കടല ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ടില്ലേ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പുട്ട് ഇതാ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടും നല്ല രസമായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഗ്രീൻ പീസും കടലയൊക്കെ ആയിട്ട് അതിൻ്റെ മസാലയോട് കൂടി പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നല്ലൊരു മണമായിരുന്നു കേട്ടോ വീട് മുഴുവനും. ഇത് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അധികം മെനക്കേടൊന്നുമില്ല. അത് വളരെ പെട്ടെന്ന് രാവിലെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.